ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിറ്ററേച്ചർ ലെസൺസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജയന്ത മഹാപത്ര എഴുതിയിട്ടുള്ള എ റെയിൻ ഓഫ് റൈറ്റ്സ് എന്നുള്ളൊരു പോമാണ്. ഓക്കെ, നമുക്കാദ്യം പോയിറ്റിനെ കുറിച്ച് നോക്കാം. ജയന്ത മഹാപത്ര വാസ് ബോൺ ഓൺ 1928 ഇൻ ഒഡീഷ. കട്ടക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് എൻ ഇന്ത്യൻ പോയറ്റ്, ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ഹു വിൻ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിക്ക് ഫസ്റ്റ് സാഹിത്യ അക്കാദമി അവാർഡ് നേടുന്ന പോയറ്റാണ് ജയന്ത മഹാപത്ര. He was an Indian poet. He was the author of poems such as Indian Summer and Hunger, which are regarded as classics in modern English literature. Indian Summer, Hunger എന്നുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് വർക്ക്സിനെ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസിക്സ് ആയിട്ട് റിഗാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ജയന്ത മഹാപത്ര. അദ്ദേഹത്തിൻ്റെ അതർ വർക്ക്സ് ഏതൊക്കെയാണ് നോക്കാം. റിലേഷൻഷിപ്സ്, ലൈഫ് സയൻസ്, എ വൈഡ്നെസ് ഓഫ് ബോൺ ആൻഡ് ഷാഡോ സ്പേസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അതർ വർക്ക്സാണ്. എ റെയിൻ ഓഫ് റൈറ്റ്സ് 3 സ്റ്റാൻസേഴ്സും ഒരു കപ്ലറ്റും വരുന്ന ഒരു പോമാണിത്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പോമാണ് ഇത്. നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ്സ് നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കാം. അത്തരത്തിലൊരു പോയമാണ് എ റെയിൻ ഓഫ് റൈറ്റ്സ്. അപ്പം ആദ്യം ഒരു 2-3 പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ കുറച്ച് എളുപ്പത്തിൽ പോയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പോയം സ്പീക്സ് ഓഫ് ദി ഇൻറ്റൻസ് സോളിറ്റ്യൂഡ് ഓഫ് ദി പോയറ്റ് ആൻഡ് ഹാസ് മൊമെൻറ്റ്സ് ഓഫ് ക്വസ്റ്റനിങ് ആൻഡ് സെൽഫ് ക്വസ്റ്റനിങ്. അപ്പം ഇത് വരുന്നത് ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, പോയംസ് പറയുന്നത് പോയറ്റിൻ്റെ ഇൻറ്റൻസ് സോളിറ്റ്യൂഡ് ആൻഡ് പിന്നെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലും, അദ്ദേഹം സ്വയം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇന്നർ ഫീലിങ്സ്, ഇൻറ്റൻസ് സോളിറ്റ്യൂഡിലുള്ള അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇന്നർ ഫീലിങ്സാണ് ശരിക്കും ഈ ഒരു പോം. ഇതിൽ ക്ലൗഡ്, സ്കൈ, റെയിൻ ഇതൊക്കെ എന്താണ് വെരി ആർട്ടിക്കുലേറ്റ്ലി എക്സ്പ്രസിങ് പോയറ്റ്സ് ഇന്നർ ഫീലിങ്സ് വിച്ച് അറൈസ് ഡ്യൂറിങ് സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. പോയറ്റിൻ്റെ ഏകാന്തതയിൽ നിന്നും സൈലൻസിൽ നിന്നും അറൈസ് ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നർ ഫീലിങ്സിനെയാണ് ഇവിടെ ക്ലൗഡ്, റെയിൻ, സ്കൈ എന്നൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിൻറ്റ്. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ റെയിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന റെയിൻ അല്ല ഇവിടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെയിനാണ് ഇവിടെ പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 സ്റ്റാൻസേഴ്സ് 2 കൈൻഡ് ഓഫ് റെയിനിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ പോം. സംടൈംസ് എ റെയിൻ കംസ് സ്ലോലി അക്രോസ് ദ സ്കൈ ദാറ്റ് ടേൺസ് അപ്പോൺ ഇറ്റ്സ് ഗ്രേ ക്ലൗഡ് ബ്രേക്കിംഗ് എവേ ഇൻ ടു ലൈറ്റ് ബിഫോർ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ആദ്യം നമുക്ക് ലൈനിൻ്റെ ഒരു മീനിങ് പറഞ്ഞു പോകാം. സംടൈംസ് എ റെയിൻ കംസ് സ്ലോലി അക്രോസ് ദ സ്കൈ. ചില സമയങ്ങളിൽ റെയിൻ വരുന്നത് ദാറ്റ് ടേൺസ് അപ്പോൺ ഇറ്റ്സ് ഗ്രേ ക്ലൗഡ്, അത് അതിൻ്റെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ബ്രേക്കിംഗ് അവേ ഇൻ ടു ലൈറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് അതിലെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ബിഫോർ ഇറ്റ്സ് റീച്ചസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, അത് അതിൻ്റെ ലക്ഷ്യത്തിലെത്താതെ അത് വന്ന ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ റെയിൻ തിരിച്ചു പോകുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ ലൈനിൻ്റെ മീനിങ് വരുന്നത്. ഇനി നമുക്കതിനെ അനലൈസ് ചെയ്ത് നോക്കാം. The poem is not a general comment on rain. The poet refers to the particular kind of rain. Poet ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റെയിൻ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റെയിൻ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, എ റെയിൻ ദാറ്റ് ബ്രേക്സ് എവേ ഇൻ ടു ലൈറ്റ്, വെളിച്ചത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന മഴയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സച്ച് എ റെയിൻ ഡസ് നോട്ട് ടേക്ക് ദ റെഗുലർ കോഴ്സ് ഓഫ് കമ്മിങ് ഡൗൺ സ്ട്രൈറ്റ് ടു ദ എർത്ത്. ഈ റെയിൻ്റെ റെഗുലർ കോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കൈയിൽ നിന്ന് എർത്തിലേക്ക് പതിക്കുക അതാണ്. പക്ഷേ ഇവിടെ റെയിൻ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് എർത്തിലേക്ക് പതിക്കുന്നില്ല. ഇറ്റ് ഇൻസ്റ്റഡ് ടേൺ അപ്പോൺ ദ ഗ്രേ ക്ലൗഡ് ദാറ്റ് ഹാസ് ഹാർബേർഡ് ഇറ്റ് ആൻഡ് ബസ്റ്റേഴ്സ് ദസ് ക്ലൗഡ് ടേണിങ് ഇൻ ടു ലൈറ്റിംഗ് ബിഫോർ ദ റെയിൻ ടച്ചസ് ദ ഗ്രൗണ്ട്. റെയിൻ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് അത് അതിൻ്റെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ദ പോയറ്റ് റെഫറിങ് ടു എ കോമൺ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് ലൈറ്റ്നിങ് ബട്ട് ലുക്ക് അറ്റ് ത്രൂ ദ ഏജൻസി ഓഫ് റെയിൻ. റെയിനിൻ്റെ ഏജൻസിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. അതായത് ലൈറ്റ്നിങ്ങിൻ്റെ മിന്നലിൻ്റെ നാച്ചുറൽ ഫിനോമിനൻ തന്നെയാണ് പോയറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അത് റെയിനിൻ്റെ ഏജൻസിയിൽ നിന്ന് നോക്കുന്നു. ദ ലേറ്റർ ഈസ് എൻ ആക്റ്റീവ് ഏജൻറ്റ് ദാറ്റ് ഹെഡ് ദ ക്ലൗഡ്സിനെ തട്ടിയിട്ട് അത് അതിൻ്റെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ദ പോയറ്റ് ബിക്കംസ് വൺ വിത്ത് ദ റെയിൻ ആൻഡ് തിങ്സ് ഓഫ് വാട്ട് ഇറ്റ് ഡസ് ദ ക്ലൗഡ്. പോയറ്റ് എന്ത് ചെയ്യുന്നു, ആ റെയിനിൻ്റെ കൂടെ നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഇത് എന്താണ് ക്ലൗഡിനോട് ചെയ്യുന്നത്, റെയിൻ എന്താണ് ക്ലൗഡിനോട് ചെയ്യുന്നത് എന്ന് പോയറ്റ് റെയിനിൻ്റെ കൂടെ ഇരുന്നിട്ട് ചിന്തിക്കുന്നു. Also, not the poet wants to us remember that the rain has the capability to strike the very cloud that contained it. പോയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഗ്രേ ക്ലൗഡിനെ, ആ റെയിൻ എവിടെ നിന്നാണ് വന്നത്, ഗ്രേ ക്ലൗഡിൽ നിന്ന് വന്ന റെയിന് അത് തിരിച്ചു പോയിട്ട് ആ ഗ്രേ ക്ലൗഡിനെ തന്നെ നശിപ്പിക്കാനുള്ള, അതിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള കഴിവ്
ആ ഒരു റെയിൻ ഉണ്ട് എന്ന് പോയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ആ റെയിന് അത്രത്തോളം ശക്തിയുണ്ട്, അത്രത്തോളം സ്ട്രോങ് ആണ് റെയിൻ എന്ന് പറയുന്നു. എ റെയിൻ ടേൺസ് ഫെയറി ആൻഡ് അൺകൺട്രോളബിൾ ആൻഡ് ഇറ്റ് ഇസ് റാത്ത് ഡസ് നോട്ട് സ്പെയർ ദ ക്ലൗഡ്. അപ്പം ആ റെയിൻ അത്രയും ഒരു അഗ്നിജ്വാലയായിട്ട് ആ റെയിൻ മാറിയിട്ടുണ്ട്. ആൻഡ് അൺകൺട്രോളബിൾ, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് ഇസ് റാത്ത് ഡസ് നോട്ട് സ്പെയർ ദ ക്ലൗഡ്, അതിൻ്റെ കോപം ആ ഒരു ക്ലൗഡിനെ കൂടെ ഒഴിവാക്കുന്നില്ല, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലൗഡിനെ കൂടെ അത് ഒഴിവാക്കുന്നില്ല. അത് അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ ആ മഴയെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയറ്റിൻ്റെ മൈൻഡിലുള്ള 2 കൈൻഡ് ഓഫ് റെയിൻ ആണ് ഇവിടെ പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 1 കൈൻഡ് ഓഫ് റെയിൻ ആണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ. ആ റെയിനെയാണ് ഇവിടെ പറയുന്നത്. അതായത് ആ റെയിൻ അത്രത്തോളം സ്ട്രോങ് ആണ്. റെയിന് അതിൻ്റെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ ലൈറ്റ്നിങ്ങിനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രേ ക്ലൗഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അത്രത്തോളം സ്ട്രോങ് ആണ്. അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഗ്രേ ക്ലൗഡിനെ തന്നെ നശിപ്പിക്കാൻ അതിന് അത്രത്തോളം സ്ട്രോങ് ആണ്, അത്രത്തോളം അൺകൺട്രോളബിൾ ആയിട്ടാണ് ആ ഒരു റെയിനിനെ പോയറ്റ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത്, ദ പോയറ്റ് ഫീൽസ് ദാറ്റ് ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ ഷുഡ് ഹാവ് കം ടു ഹിം ആസ് സം റെവലേഷൻ ഓർ മിറാക്കിൾ വിത്ത് എ പവർ ഓഫ് ലൈറ്റ്നിങ്. അതായത് പോയറ്റിന് എന്തോ ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു ലൈറ്റ്നിങ്ങിൻ്റെ, ഒരു മിന്നലിൻ്റെ ശക്തിയുള്ള ഒരു അത്ഭുതമായിട്ട് പോയറ്റിനൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഫീൽ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ വിത്ത് ദ പവർ ഓഫ് ലൈറ്റ്നിങ്ങിൻ്റെ പവറിലോട് കൂടിയിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും പവർ ആയിട്ടുള്ള ഒരു മിറാക്കിൾ, ഒരു അത്ഭുതം, ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷനായിട്ട് അദ്ദേഹം ഫീൽ ചെയ്തിട്ടുണ്ട് പോയറ്റിൻ്റെ ലൈഫിൽ. അതാണ് ഈ ഒരു ഫസ്റ്റ് റെയിനിനെ പോയറ്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻസയിൽ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. The rain I have known and traded all this life is thrown like kelp on the beach, like some shape of conscience and cannot look at. A malignant purpose in none's eye. ഈ ഒരു സ്റ്റാൻസയിൽ പോയറ്റ് ഐ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്റ്റാൻസ പറയുന്നത് അനദർ കൈൻഡ് ഓഫ് റെയിൻ ആണ്. അതായത് പോയറ്റിൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ള റെയിൻ. ഈ റെയിൻ പോയറ്റിൽ എങ്ങനെയാണോ ഇമ്പാക്റ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള റെയിൻ എങ്ങനെയാണെന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയറ്റ് പറയുന്നത്. ദ റെയിൻ ഐ ഹാവ് നോൺ ആൻഡ് ട്രേഡഡ് ഓൾ ദിസ് ലൈഫ്. ഞാൻ ഈ ലൈഫിൽ അറിഞ്ഞതും ട്രേഡ് ചെയ്തതുമായിട്ടുള്ള റെയിൻ എന്ന് പറയുന്നത് ഇസ് ത്രോൺ ലൈക്ക് എ കെൽപ്പ് ഓൺ ദ ബീച്ച്. കെൽപ്പ് എന്ന് പറഞ്ഞാൽ കടൽപ്പായൽ. അതായത് എ സീവീഡ് ദാറ്റ് ഗ്രോസ് ഇൻ അണ്ടർ വാട്ടർ ഫോറസ്റ്റിൽ വളരുന്ന ഒരു സീവീഡാണ് കെൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കെൽപ്പ് പോലെയാണ് ഞാൻ അറിഞ്ഞതും ഞാൻ ട്രേഡ് ചെയ്തതുമായിട്ടുള്ള റെയിൻ ഒരു കെൽപ്പ് പോലെ അറിയപ്പെട്ടിട്ടുണ്ട്. അതായത് പോയറ്റിൻ്റെ ഭൂതകാല അനുഭവം, അതായത് പാസ്റ്റിൽ പോയറ്റിൻ്റെ ഫീലിങ്സ്, പാസ്റ്റിലുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ഉപയോഗശൂന്യം പോലെ, അതായത് കെൽപ്പ് പോലെ ഉപയോഗശൂന്യമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ലൈക്ക് സം ഷേപ്പ് ഓഫ് കൺഷ്യൻസ് ആൻഡ് ഐ കനോട്ട് ലുക്ക് അറ്റ് എ മെലഗ്നന്റ് പർപ്പസ് ഇൻ നോൺസ് ഐ. മനസ്സാക്ഷിക്ക് ലൈക്ക് സം ഷേപ്പ് ഓഫ് കൺഷ്യൻസ്, അതായത് മനസ്സാക്ഷിക്ക് ചില രൂപങ്ങളുണ്ട്. മനസ്സാക്ഷിയുടെ, അതായത് എനിക്ക് നോക്കാൻ കഴിയാത്ത മനസ്സാക്ഷിയുടെ രൂപം പോലെയാണിത്. എ മെലഗ്നന്റ് പർപ്പസ് ഇൻ നോൺസ് ഐ, നിഷ്കളങ്കവും കളങ്കമില്ലാത്ത പ്യൂറായിട്ടുള്ള, നൺസ് ഐ മീൻസ് കന്യാസ്ത്രീയുടെ കണ്ണ്. നൺ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള പ്യൂറായിട്ടുള്ളൊരു ഹേർട്ടുള്ളൊരു വ്യക്തിയാണ് നൺ എന്ന് പറയുന്നത്. അപ്പം കന്യാസ്ത്രീയുടെ ഐയിൽ ഒരു മെലിഗ്നൻ പേർപ്പസ്, ഒരു ദുഷ്ടലക്ഷ്യം തിരയുന്നത് പോലെയാണ് എൻ്റെ മനസ്സാക്ഷിയുടെ ചില രൂപങ്ങൾ, എനിക്ക് കാണാൻ കഴിയാത്ത മനസ്സാക്ഷിയുടെ ചില രൂപങ്ങൾ എന്നാണ് പോയറ്റിയോട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് സ്റ്റാൻസിലും രണ്ട് കൈൻഡ് ഓഫ് റെയിനാണ് പറയുന്നത്. അതായത് രണ്ട് കൈൻഡ് ഓഫ് റെയിനും. ദ റെയിൻ നോസ് ടു ദി പോയിറ്റ് ഈസ് നോട്ട് ദി സെയിം അറ്റ് വൺ മെൻഷൻ ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റെയിനും സെക്കൻഡ് സ്റ്റാൻസയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റെയിനും രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും ഒരുപോലെ കോഎക്സിസ്റ്റ് ചെയ്യണമെന്ന് പോയറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ദ റെയിൻ ദാറ്റ് ഈസ് അവൈലബിൾ ടു ദി പോയറ്റ് ഈസ് ലൈക്ക് എ കെൽപ്പ്. ഒരു കെൽപ്പ് പോലെയാണ് അത്. പോയറ്റിന് അവൈലബിൾ ആയിട്ടുള്ള റെയിൻ എന്ന് പറയുന്നത് ഒരു കെൽപ്പ് പോലെയാണ്. പോയറ്റിൻ്റെ ലൈഫിൽ പോയറ്റിന് അവൈലബിൾ ആയിട്ടുള്ള റെയിൻ, അതായത് പോയറ്റിൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, പാസ്റ്റിൽ ഭൂതകാല അനുഭവങ്ങൾ ഒരു കെൽപ്പ് പോലെയാണ്. കെൽപ്പ് മീൻസ് സീവീഡ് ദാറ്റ് ഗ്രോസ് ഇൻ അണ്ടർ വാട്ടർ ഫോറസ്റ്റിൽ വളരുന്ന ഒരു സീവീഡാണ് കെൽപ്പ്. അപ്പോൾ അതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള റെയിനാണ് പോയറ്റിന് കിട്ടിയിട്ടുള്ളത് പോയറ്റിൻ്റെ ലൈഫിൽ. He wishes for a miraculous rain that persists and shines through lightning is another form of the same he knows. അദ്ദേഹം അറിയുന്ന ഒരു റെയിൻ എന്ന് പറയുന്നത്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു മിറാക്കുലസ് റെയിൻ, ഒരു അത്ഭുതകരമായിട്ടുള്ള മഴയാണ്. ദാറ്റ് ഷൈൻസ് ത്രൂ ലൈറ്റ്നിങ്ങിൻ്റെ മിന്നലിലൂടെ ഷൈൻ ചെയ്യുന്ന, തിളങ്ങുന്ന ഒരു മഴയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതായത് ലൈഫ് അത്രത്തോളം ഗ്ലോറിയസ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പോയിട്ട്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് റെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കെൽപ്പ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കളങ്കമില്ലാത്ത പ്യുവറായിട്ടുള്ള ഒരാളിൽ ഒരു ദുഷ്ടലക്ഷ്യം തിരയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി എന്നാണ് ഇവിടെ ഈ 2 ലൈൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് റെയിനാണ് പറഞ്ഞത്. ഫസ്റ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ പോയിറ്റ് ഫീൽസ് ദാറ്റ് ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ ഷുഡ് ഹാവ് കം ടു ഹിം ആസ് സം റെവലേഷൻ ഓർ മിറാക്കിൾ വിത്ത് ദ പവർ ഓഫ് ലൈറ്റ്നിങ്. അതായത് പോയിറ്റ് ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ലൈറ്റ്നിങ്ങിൻ്റെ പവറോട് കൂടിയിട്ടുള്ളൊരു അത്ഭുതം, ഒരു ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ പോയിട്ട് ഫീൽ ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ് അല്ലെങ്കിൽ അനദർ ലെവൽ ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു ഹിം ആൻഡ് ഇൻ ദ ഫോം ഓഫ് ഓർഡിനറി തിങ്സിൻ്റെ രൂപത്തിലാണ് റെയിൻ എന്ത് ചെയ്തിട്ടുള്ളത്, 2ാമത്തെ ലെവലിൽ വരുന്നിട്ടുള്ളത്. ബ്രിങ്ങിങ് അലോങ് ഡൗട്ട് ആൻഡ് സെൽഫ് ഡൗട്ട്. അതെന്ത് ചെയ്തു, സെൽഫ് ഡൗട്ടും ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു റെയിൻ. മേക്കിംഗ് ഹിം ക്വസ്റ്റ്യൻ ഹിസ് ഓൺ ഇൻറ്റൻഷൻസ് ആൻഡ് പേർപ്പസസ്. അദ്ദേഹത്തിൻ്റെ പേർപ്പസിലും ഇൻറ്റൻഷൻസിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അയാൾ മേക്ക് ചെയ്തു ആ റെയിൻ. ആൻഡ് സ്ട്രൈക്കിംഗ് ആൻഡ് ഹിറ്റ്സ് കൺസ്, അതിൻ്റെ മനസാക്ഷിയോട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു ആ റെയിൻ. അപ്പം 2 കൈൻഡ് ഓഫ് റെയിൻ ആണ്. 1 കൈൻഡ് ഓഫ് റെയിൻ എന്ന് പറഞ്ഞു. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു ഹിം ഇൻ ദ ഫോം ഓഫ് ഓർഡിനറി തിങ്സിൻ്റെ രൂപത്തിൽ വന്ന റെയിനാണ് സെക്കൻഡ് ലെവൽ. അത് ഡൗട്ടും സെൽഫ് ഡൗട്ടും ഒക്കെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻറ്റൻഷനോടും സ്വന്തം ലക്ഷ്യങ്ങളോടുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു. അതതിൻ്റെ അദ്ദേഹത്തിൻ്റെ പോയിറ്റിൻ്റെ മനസ്സാക്ഷിയോട് ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു 2ാമത്തെ ലെവലിൽ. ഓക്കെ, ദ പോയം കുഡ് ബി അബൌട്ട് ദ സ്ട്രഗിൾ ഓഫ് ദി പോയിറ്റ് വിത്ത് ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള പോയിറ്റിൻ്റെ സ്ട്രഗിളിനെയാണ് ഇവിടെ ഈ ഒരു 2 റെയിനിലും സൂചിപ്പിക്കുന്നത്. The poet might have wished for a glorious life and career, while in reality he is stuck in the monotonous and banal, engaged with the average concerns of life. പോയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലോറിയസ് ലൈഫും കരിയറൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മൊണോട്ടോണസ് ലൈഫ്, ഒരു ഏകാന്തതയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റക്കായി. നിസ്സാരതയിലും ബനാൽ ആൻഡ് മൊണോട്ടോണസ്, ഏകാന്തതയിലും നിസ്സാരതയിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റക്കായി. എൻഗേജ് വിത്ത് ആവറേജ് കൺസേൺസ് ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ആവറേജ് കൺസേൺസിൽ ഇങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ഗ്ലോറിയസ് ലൈഫ് ആൻഡ് കരിയറാണ്. പക്ഷേ അദ്ദേഹം മൊണോട്ടോണസിലും അദ്ദേഹത്തിൻ്റെ റിയാലിറ്റിയിൽ അദ്ദേഹം മൊണോട്ടോണസിൽ സ്റ്റക്കായിപ്പോയി എന്നാണ് പറഞ്ഞത് ഈ 2 സ്റ്റാൻസയിൽ കേട്ടോ. ഓക്കെ, തേർഡ് സ്റ്റാൻസ. ഹു വാസ് ദ ലാസ്റ്റ് മാൻ ഓൺ എർത്ത്, whom the cold cloud brought the blood to his face. Numbly I climbed to the mountain tops of hours, where my own soul cures on the edge of answers. ഈ സ്റ്റാൻസയിലെ ഒരു ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻസ പോസസ് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സ്റ്റാൻസ കൊണ്ടുവന്നിട്ടുള്ളത്. ലാസ്റ്റ് മാൻ ഓൺ എർത്ത് ആരാണെന്നാണ് പോയിട്ട് അന്വേഷിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആൻസർ പോയിറ്റ് നോസ് ദ ആൻസർ, പോയിറ്റിന് അറിയാം ഇതിൻ്റെ ആൻസർ. ഹിസ് പൊസിഷൻ ഈസ് ദാറ്റ് നൺ എക്സിസ്റ്റ് ടു ഹൂം ദ കോൾഡ് ക്ലൗഡ് ബ്രോട്ട് പാഷൻ റെഫർ ടു ഇൻ ദ ബ്ലഡ് ടു ഹിസ് ഫേസ്. ഇവിടെ പറയുന്നത് ഗോൺ ആർ ദ ഡേയ്സ് വെൻ ദ പോയിറ്റ് ഹാഡ് ആൻ ഐ ഓപ്പണിംഗ് മൊമെൻറ്റ് ഓഫ് റെവലേഷൻ. വെളിപ്പാടിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന നിമിഷങ്ങൾ പോയിറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിറ്റിന് ആ ദിവസങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ദിവസങ്ങളെല്ലാം പോയിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്നും പോയിട്ടുണ്ട്. There is kind of weariness expresses through the lines. The poet person and humbly climbs to the mountain tops where his soul cures on the edge of answer. പോയിറ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാണ്. പോയിറ്റ് ക്വസ്റ്റ്യനാണ് ഈ സ്റ്റാൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് വന്നത്. അതിൻ്റെ ആൻസറിന് വേണ്ടി പോയിറ്റ് സെർച്ച് ചെയ്യാണ്. പക്ഷേ സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുക. അപ്പം സെർച്ച് ചെയ്യുമ്പം മൗണ്ടെയിൻ ടോപ്പിലേക്കാണ് സെർച്ച് ചെയ്ത് പോകുന്ന മൗണ്ടെയിൻ ടോപ്പിലേക്കാണ്. ഇതിൻ്റെ പിന്നിലൊരു മിത്തുണ്ട്, അത് പറയാം. അപ്പം ഈ ഒരു മൗണ്ടെയിൻ ടോപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, പോയിട്ട് ആ ഒരു ആൻസറിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ട് പോവുകയാണ്. സോൾ ക്യൂസ് ഓൺ ദി എഡ്ജ് ഓഫ് ആൻസറിൻ്റെ അരികത്ത് എത്തുമ്പോൾ സോൾ എന്ത് ചെയ്യുന്നു, പോയിറ്റിൻ്റെ സോൾ ഇങ്ങനെ വിറയ്ക്കുന്നു എന്നാണ് ഈ ഒരു ലൈൻ്റെ മീനിങ്. ദ പോയിറ്റ് ഈസ് ഓൺ എ ക്വസ്റ്റ്, പോയിറ്റ്സ് ഒരു ക്വസ്റ്റ്യനിലാണ്. എ സെർച്ച് ഫോർ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ്ങിലും കൂടിയാണ്. പക്ഷേ പോയിറ്റിന് അറിയാം, യെറ്റ് അവെയർ ദാറ്റ് എക്സോഷൻ ആൻഡ് ടിമിഡിറ്റി അലോങ് വുഡ് ബി മെറ്റ് അറ്റ് ദ എൻഡ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങിൽ പോയിറ്റിന് അറിയാം അതിൻ്റെ എൻഡിൽ എന്തായിരിക്കും, പോയിറ്റിന് എക്സോഷനും ആൻഡ് ടിമിഡിറ്റിയും, ഭീരുത്വവും ക്ഷീണവും മാത്രമേ അവസാനം എൻഡിൽ ഉണ്ടാവുള്ളൂ എന്ന് പോയിറ്റിന് മുൻകൂട്ടി അറിയാം. ദ ക്ലൈംബിംഗ് അപ്പ് ദ മൗണ്ടൻ ടോപ്പ് കാരിയേഴ്സ് എ റെസൊണൻസ് ഓഫ് ദി മോഡേണിസ്റ്റ് മോട്ടീവ് ഓഫ് ദി മിത്ത് ഓഫ് സിസിഫസ്. ഈ ക്ലൈംബിംഗ് അപ്പ് ദ മൗണ്ടെയിൻ ടോപ്പ് എന്ന് പറയുന്നുണ്ട് പോയിറ്റിൽ. അതെന്താ അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ മോഡേണിസ്റ്റ് മോട്ടീവ് ഓഫ് ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മിത്ത് ക്യാരക്ടറാണ് സിസിഫസ്. ഈ സിസിഫസിൻ്റെ ഒരു സ്റ്റോറി ആ ഒരു മൗണ്ടെയിൻ ടോപ്പിലൂടെ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സിസിഫസിന് ഗോഡ്സ് എന്ത് ചെയ്തു, ഒരു പണിഷ്മെൻറ്റ് നൽകി. ഒരു മൗണ്ടെയിൻ ടോപ്പിലേക്ക് റോക്ക് ഉരുട്ടി കയറ്റണം, അത് പൊട്ടാൻ പാടില്ല. അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് എന്ത് ചെയ്തു, ഗോഡ്സ് നൽകി.
അപ്പോൾ ഗോഡ്സ് എന്ത് ചെയ്തു, ആ ഒരു പണിഷ്മെൻറ്റ് നൽകിയപ്പോൾ സിസിഫസ് ക്ലൈംബഡ് ദ ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ്റെ ടോപ്പിലേക്ക് ഒരിക്കൽ സിസിഫസ് എന്ത് ചെയ്തു, റോക്ക് കയറി. ദ റോക്ക് വുഡ് ഫോൾ ബാക്ക് ദ ഗ്രൗണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വെയിറ്റ്. അതിൻ്റെ വെയിറ്റ് കാരണം ആ റോക്ക് എന്ത് ചെയ്തു, തിരിച്ചുരുണ്ട്. അപ്പോൾ ദ ഗോഡ്സ് തോട്ട് ദർ കുഡ് ബി എ വേഴ്സ് പണിഷ്മെൻറ്റ് ദാൻ ഫ്യൂട്ടൈൽ ഹോപ്പ്ലെസ് വർക്ക്. ഒരു ഹോപ്പ്ലെസ് വർക്കും ഒരു ഫ്യൂട്ടൈൽ നിഷ്ഫലതയും ആണ് ലോകത്തിൽ ഈ ഒരു വേഴ്സ് പണിഷ്മെൻ്റ് എന്ന് ഗോഡ്സ് റിയലൈസ് ചെയ്തു. അപ്പം ആ ഒരു മിത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലൈംബ് ടു ദി മൗണ്ടെയിൻ ടോപ്സ് എന്ന് പറയുന്നത്. അതായത് ദ മിത്ത് ഈസ് ട്രാജിക് ആൻഡ് സോ ഈസ് ദ മൗണ്ടെയിൻ കോൺഷ്യസ്നസ്. An ordinary person works each day in his life on the same tasks, hoping to reach at the top. It appears likely that at some point in time, one becomes conscious of futility of it all. അപ്പം ഈ ഒരു മിത്ത് എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു ഓർഡിനറി പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ സെയിം ടാസ്ക് കൊണ്ട് തന്നെ. അത് സെയിം ടാസ്കിൽ അവർ വിചാരിക്കുന്നു, ഓർഡിനറി പീപ്പിൾ ഒരു സെയിം ടാസ്കിൽ ഈച്ച് ഡേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്, ലൈഫിൽ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരു സെയിം ടാസ്കിൽ തന്നെ ഓർഡിനറി പീപ്പിൾ ലൈഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറ്റ് ദ പോയിൻ്റ് ഓഫ് ടൈം വൺ ബിക്കംസ് കോൺഷ്യസ് ഓഫ് ഫ്യൂട്ടിലിറ്റി. ഒരു ദിവസം ഇതിന് ഫ്യൂട്ടിലിറ്റിയിലേക്ക് എത്തുമെന്ന് മനുഷ്യൻ ചിന്തിക്കണം. ഇതൊരു നിഷ്ഫലമായിട്ടുള്ള പ്രവൃത്തിയാകും എന്ന് ചിലപ്പോൾ മനുഷ്യൻ ചിന്തിക്കണം എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, ഒരു ഹോപ്പ്ലെസ് വർക്ക് ആവും എന്നാണ് ഇവിടെ പോയിട്ട് നമ്മളോട് പറയുന്നത്. ഇവിടെ മൗണ്ടെയിൻ ടോപ്പ് എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് അതിൻ്റെ ആൻസർ അറിയാം. മൗണ്ടെയിൻ ടോപ്പിലേക്ക് അദ്ദേഹം ആൻസർ തിരഞ്ഞു പോവുകയാണെങ്കിലും അദ്ദേഹത്തിന് നിരാശയാണ് ഉണ്ടാവുന്നത്. അറ്റ് ദ എൻഡിൽ അദ്ദേഹത്തിന് ആൻസറിൻ്റെ അരികത്ത് ദ എഡ്ജ് ഓഫ് ആൻസർ ഹിസ് സോൾ ഈസ് ക്യൂവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഫ്യൂട്ടൈലായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ സിസിഫസിൻ്റെ ഒരു മിത്തിലൂടെയാണ് ഇവിടെ ഈ ഒരു ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കപ്ലെറ്റിലേക്ക് പോകാം. ലാസ്റ്റ് 2 lines ആണ്. വിച്ച് stale air sits on an angel's wing. What hold my rein so it's hard to overcome. Stale air sits on an angel's wings. ഇവിടെ ഏഞ്ചലാണ്. ഏഞ്ചൽ ഗൈഡിങ് ഓർ പ്രൊട്ടക്റ്റിംഗ് ഹിം. പോയിറ്റിനെ അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഏഞ്ചലിനെ ഒരു കരിസ്റ്റമാറ്റിക് ഫിഗർ ആയിട്ടല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, പോയിട്ട് അവതരിപ്പിക്കുന്നത്. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് എ വെറി ജസ്റ്റ് ആസ് എ പോയിറ്റ് സബ്ജക്റ്റ് ഈസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഏഞ്ചലിനെ ഇവിടെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇതാക്കിയിട്ടല്ല പോയിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ദ പോയിറ്റ് ബിലീവ്സ് ദാറ്റ് ദ കോസ്മസ് ഈസ് സെറ്റ് അഗെയിൻസ്റ്റ് ഹിം. പോയിറ്റ് എന്ത് ചെയ്യുന്നു, പ്രപഞ്ചത്തെ പോയിറ്റിന് അഗെയിൻസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആൻഡ് വിത്ത് ഹോൾ ദ റെയിൻ ദാറ്റ് ബിലോങ്സ് ടു ഹിം. ആ റെയിൻ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് അലൗഡ് ടു റീച്ച് ഹിം. അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൽ കോസ്മസിലേക്ക് അദ്ദേഹത്തിന് എത്താൻ ഈ റെയിൻ സമ്മതിക്കുന്നില്ല. ഇറ്റ് ഈസ് ആസ് ഇഫ് ദ പോയിറ്റ് സബ്ജക്ട് വർ ഫൈറ്റിംഗ് ദിസ് കോസ്മിക് ബാറ്റിൽ ബൈ ഓൾ ഹിംസെൽഫ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, കോസ്മിക് ബാറ്റിലാണ്, ആ ഒരു കോസ്മസിനെ എത്തിക്കാൻ ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ വാട്ട് ഹോൾഡ് മൈ റെയിൻ സോ ഇറ്റ്സ് ഹാർഡ് ടു ഓവർകം. എൻ്റെ മഴയെ മറികടക്കാൻ പ്രയാസമുള്ള രീതിയിൽ പിടിച്ചു നിർത്തുന്നത് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഇവിടെ പോം എൻഡ് ചെയ്യുന്നത്. റെയിൻ ഇവിടെ പോയിറ്റിലേക്ക് എത്താൻ റെയിൻ സമ്മതിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു റീച്ച് ഹിം. അതായത് കോസ്മസ് പ്രപഞ്ചത്തെ അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു റെയിൻ അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. സമ്മതിക്കാതിരിക്കാൻ റെയിനിനെ എൻ്റെ മഴയെ മറികടക്കാൻ പ്രയാസമുള്ള രീതിയിൽ പിടിച്ചു നിർത്തുക എന്താണെന്നുള്ള ക്വസ്റ്റ്യനോട് കൂടിയാണ് ഇവിടെ പോയം അവസാനിക്കുന്നത്. ദസ് ദ പോയം സ്പീക്സ് ഓഫ് ദി ഇൻറ്റൻസ് സോളിറ്റ്യൂഡ്. അദ്ദേഹത്തിൻ്റെ പോയിറ്റിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള ഏകാന്തതയിൽ നിന്നും അദ്ദേഹത്തിന് വരുന്ന ക്വസ്റ്റ്യൻസും അദ്ദേഹം സ്വയം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. ഓക്കെ, ഇതാണിപ്പം ഈ പോയത്തിൻ്റെ സമ്മറി. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റിൻ്റെ കൈൻഡ് ഓഫ് റെയിൻ, 2 കൈൻഡ് ഓഫ് റെയിൻ പറയുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും സ്റ്റാൻസയിൽ 2 കൈൻഡ് ഓഫ് റെയിൻ ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന റെയിൻ ഡിഫറെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക്. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിറ്റിൻ്റെ ഇമ്പാക്റ്റ് ആണ്. പോയിറ്റ് ഒരുപാട് ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയിറ്റ് ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫും കരിയറും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്റ്റക്കായിപ്പോയി. മോണോട്ടോണസിൽ സ്റ്റക്കായിട്ട് എൻഗേജ്ഡ് വിത്ത് ദ ആവറേജ് കൺസേൺസ് ഓഫ് ലൈഫിൻ്റെ ആവറേജ് കൺസേൺസിൽ എൻഗേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയാണ് അത് സിസിഫസ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മിത്ത് ക്യാരക്ടറിൻ്റെ ആ ഒരു മിത്ത് സ്റ്റോറിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആണ് തേർഡ് സ്റ്റാൻസ വന്നിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് സ്റ്റാൻസയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. ആ മഴയെ മറികടക്കാൻ ആ ഒരു റെയിൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്കുള്ള
അദ്ദേഹം പ്രപഞ്ചത്തിലേക്ക് കോസ്മസിലേക്ക് അദ്ദേഹം എത്തിപ്പെടാനുള്ള ആ ഒരു റെയിൻ അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല. നോട്ട് അലൗഡ് ടു റീച്ച് ഹിം. അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ ആ ഒരു റെയിൻ അനുവദിക്കുന്നില്ല. ആ ഒരു പ്രയാസം എന്താണെന്നുള്ള പ്രയാസമുള്ള രീതിയിൽ പിടിച്ചു നിർത്തുന്നത് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടെയാണ് പോയം ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റെയിൻ ഓഫ് റൈറ്റ്സ്. താങ്ക് യു.